മുൻപ് തന്നെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതും എന്നാൽ ഞാൻ ഈയിടെയായി അറിഞ്ഞതുമായിട്ടുള്ള ഒരു പപ്സാണ് നമ്മുടെ ഈ ചിക്കൻ ലെഗ് പപ്സ്. ഈ പപ്സ് എന്ന് പറയാൻ അതൊരു പാടാ. അപ്പം നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. ടോവിനോയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ സംഭവം ഒന്ന് സെർച്ച് ചെയ്യുന്നത്. അപ്പം ദേ കിടക്കുന്നു യൂട്യൂബ് നിറയെ റെസിപ്പി വീഡിയോസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇപ്പോഴൊന്നും ഇറങ്ങിയിട്ടുള്ള സംഭവമല്ല, മുന്നേ തന്നെ നിലവിലുള്ളതാണെന്ന്. ചിക്കൻ, മീറ്റ്, എഗ്ഗ്, വെജിറ്റബിൾ ഇതുപോലൊക്കെയുള്ള എല്ലാ പപ്സും ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ചിക്കൻ ലെഗ് പപ്സ് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടിരുന്നത്. ആ ഒരു വിഷമം തീർക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ മൈദ കുറേ നേരം നന്നായിട്ട് കുഴച്ചിട്ട് എണ്ണയിൽ കുറേ നേരം നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് ഇട്ട് വെച്ചു. അതിനെല്ലാത്തിനും മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ്റെ ലെഗ് ഞാൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ഫില്ലിങ് ഉണ്ടാക്കുന്നതിലേക്ക് കടന്നു. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിച്ച് അത് എണ്ണയിലിട്ട് നന്നായിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴറ്റി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് മസാല റെഡിയാക്കി വെച്ചു. ശേഷം നമ്മുടെ ചിക്കൻ എടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു. അങ്ങനെ മസാലയും റെഡിയായി, നമ്മുടെ ചിക്കൻ ലെഗും റെഡിയായി. ഇനി വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ മൈദയിലേക്ക് വരാം. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് സോഫ്റ്റായ നമ്മുടെ മൈദ എടുത്ത് നന്നായിട്ട് പരത്തി നല്ല ലെയർ വരാനായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെയൊക്കെ ആയിട്ട് ചെയ്തെടുത്തു. ഇത് നമുക്ക് വേണ്ട രീതിയിൽ നന്നായിട്ട് പരത്തിയൊക്കെ ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. ആദ്യം നമ്മുടെ കുറച്ച് മസാല വെച്ച് കൊടുത്തു. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഫ്രൈ ചെയ്ത ലെഗും വെച്ച് കൊടുത്തു. ഇനി അത് പപ്സിൻ്റെ ഷേപ്പിൽ മൂടുക, നമ്മുടെ എയർ ഫ്രയറിലേക്ക് കയറ്റുക. എയർ ഫ്രയറിലേക്ക് കയറ്റുന്നതിന് മുന്നേ മുട്ട നന്നായിട്ട് പതപ്പിച്ചേച്ച് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ആ പപ്സിൻ്റെ ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കറക്റ്റ് പഫ്സിൻ്റെ ആ ഒരു രീതി തന്നെ നമുക്കിത് കിട്ടും. ഞാനിവിടെ എയർ ഫ്രയറിൽ 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റാണ് വെച്ചിരുന്നതെങ്കിലും എനിക്ക് ആ സമയം കൊണ്ട് ഇത് ശരിയായി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ലെഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരെണ്ണം മതിയായിരുന്നു നമ്മുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ എഗ് പപ്സ് പോലെ തന്നെ, എഗ്ഗിന് പകരം ചിക്കൻ്റെ ലെഗ് ആണെന്നേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. See you soon.